ആൾക്കാർ വന്നിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് മഞ്ജുഷ രാധാകൃഷ്ണൻ. ഞാൻ കോസ്റ്റ്യൂം ഡിസൈനറാണ്. ഞങ്ങൾ 31 നടത്തിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫെഫ്റ്റയുടെ മീറ്റിംഗ്. അത് ഞങ്ങളൊരു തീരുമാനം, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പല വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഹെയർ സ്റ്റൈലിസ്റ്റ്, ഡബ്ബിങ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫെഫ്റ്റയിലൊരു വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ യൂണിയനിൽ പറഞ്ഞ് അത് കഴിഞ്ഞ് ഫെഫ്റ്റയിലോട്ട് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് തീരുമാനങ്ങളും ന്യായങ്ങളും കിട്ടുമെന്നത്. അവിടെ ഞങ്ങൾ ആരും മുഖം മറച്ചു വെച്ചിട്ടല്ല ഇരുന്നത്. അന്നും ഞങ്ങൾ അഭിമാനത്തോടെ ഫെഫ്ക യൂണിയനിലെ മെമ്പേഴ്സാണ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ആൾക്കാർ അവിടെയുണ്ട്. ഞങ്ങൾക്ക് പറയുമ്പോൾ അത് കേട്ടിട്ട് നമുക്കൊരു സൊല്യൂഷൻ തരാനുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് മീഡിയയിലോട്ട് വരുമ്പോൾ പല കഥകളുമായിട്ട് അത് ഞങ്ങളെ ബാധിച്ചോ എന്നുള്ളതല്ല, അവരെ ബാധിച്ചവരുടെ കൂടെ ഐക്യദാർഢ്യത്തോടെ ഞങ്ങൾ നിൽക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ. നാളെ ഞങ്ങളും ആയിരിക്കാം അതിനുള്ള വിക്ടിംസ്. മേ ബി അടുത്ത പേരുകൾ ഞങ്ങളുടെ പേരിലും വരാം. പക്ഷെ വരില്ല എന്നുള്ള ഉറപ്പ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന രീതികൾ എന്നുള്ളത്, ഞങ്ങളുടെ കൂടെ നമ്മൾ വളരുമ്പോൾ കൂടെ ഉള്ളവരെയും വളർത്തുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഏത് ചീഫ് ടെക്നീഷ്യൻ ആണെങ്കിലും നമ്മളൊരു ഫീമെയിൽ അസിസ്റ്റൻസിനെ വെക്കുവാണെങ്കിലും മെയിൽ അസിസ്റ്റൻസിനെ വെക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഇപ്പോൾ നോക്കുന്നത് ഫീമെയിൽ അസിസ്റ്റൻസിനെ കൂടെ ചാൻസസ് കൊടുക്കണം, അവർക്കും വേണം സിനിമ എന്നുള്ളത്, സിനിമയിൽ വരണം എന്നുള്ളതാണ്. നമ്മൾ അവരെയും കൂടെ നിർത്തിക്കൊണ്ടാണ് വരുന്നത്. ചിലർക്ക് ഉണ്ടാവും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ടുണ്ടാകുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് ഞങ്ങൾ അവിടെ തന്നെ തീർക്കുന്ന കാര്യങ്ങൾ. അത് മീഡിയയിലോട്ട് വരുമ്പോൾ പല കഥകളും കൊഴുപ്പും തൊങ്ങലും വെച്ച് വരുന്ന കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന ഞങ്ങളെല്ലാം ഇന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഒരു കാര്യം വരാണ്ടിരിക്കാനും ഇങ്ങനെ ഒരു ന്യൂസ് പോയിട്ട് ഓരോ വീടുകളിലും ഉള്ള കുട്ടികൾ അവരുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ വரைക്കും ചോദിക്കാൻ തുടങ്ങി. എന്താന്ന് പറയും, അമ്മ ഞങ്ങളുടെ അല്ലേ വരുന്നത്, നിങ്ങളുടെ അല്ലേ വരുന്നത്, ഞങ്ങൾ പോയി ചോദിക്കട്ടെ കാര്യങ്ങൾ. എന്തായിരിക്കും അവരുടെ ആ കുട്ടികളുടെ മാനസികാവസ്ഥ? അതൊന്നും നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് മൈക്കിൽ പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ഫേസുകൾ, ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നവരെല്ലാവരും ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. പേരുകൾ പറഞ്ഞ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഏത് മേഖലയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും യൂണിറ്റിയോടെ നാളെ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാലും ഇവരെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ ഫെഫ്ക ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ യൂണിയനിൽ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിനെ എന്താണ് നിങ്ങൾക്ക് കണ്ട് എന്താണ് സൊല്യൂഷൻ? ഇപ്പം ഈ 2 പേരും ഇന്ന് ഭാഗ്യചേച്ചിയുടെ കൂടെ, ഭാഗ്യചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യചേച്ചി 3 പേരുടെ പേരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് ഇവർക്ക് കിട്ടിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. മീറ്റിംഗിൽ ഇവരെല്ലാവരും വിളിച്ചപ്പോൾ യെസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുള്ള ആൾക്കാരാണ്, അത് വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നതും അതുകൊണ്ടാണ്. ഞങ്ങളും ഇരിക്കാം, ഞങ്ങളും സംസാരിക്കാം, തുറന്നു പറയാം എന്ന്.